അപ്പോൾ എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂർ താലൂക്കിലെ ഓവാലി പഞ്ചായത്തിലുള്ള എല്ലമല സന്തനമല എന്ന പ്രകൃതി രമണീയമായ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് യാത്ര ആരംഭിച്ചാലോ? നമ്മൾ പോകുന്നത് നിലമ്പൂർ വഴിയാണ് കേട്ടോ. നിലമ്പൂർ നാടുകാണി ചുരം വഴിയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത് നാടുകാണി ചുരമാണ്. ഇവിടുന്ന് നല്ല വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. വഴിക്കടവിലെ ഗ്രാമങ്ങളാണ് ഈ കാണുന്നത്. വഴിക്കടവിൽ നിന്ന് ഈ ഭാഗത്തെത്തിയാൽ തന്നെ ഏകദേശം നമ്മുടെ ക്ലൈമറ്റൊക്കെ ഒന്ന് ചെറിയ തണുപ്പൊക്കെ കൂടി വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം രാവിലെ 7 മണി ആയിട്ടേ ഉള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ 4 ഫ്രണ്ട്സും കൂടെ ഉണ്ട്. ഞങ്ങൾ 5 പേരാണ് യാത്ര പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു വ്യൂ പോയിന്റിലേക്ക് പോവുകയാണ്. ഈ നാടുകാണി ചുരത്തിൽ തന്നെ ഒരുപാട് വ്യൂ പോയിന്റുകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നിർത്തി ഇങ്ങനെ കണ്ടു പോവാണ്.
ബ്രിട്ടീഷുകാർ തേയില പ്ലാന്റേഷന് വേണ്ടി തിരഞ്ഞെടുത്ത സ്ഥലമാണ് നീലഗിരി ഹിൽസ്. നീലഗിരി ഹിൽസിൽ ഒരുപാട് സ്ഥലങ്ങളിൽ തേയില കൃഷി ചെയ്യുന്നുണ്ട്. 1835 കാലഘട്ടങ്ങളിൽ ബ്രിട്ടീഷുകാർ തുടങ്ങിവെച്ച തേയില പ്ലാന്റേഷനുകളുടെ ശേഷിപ്പുകൾ ഇവിടെ കാണാൻ കഴിയും. പണ്ട് കാലത്ത് തേയില പ്ലാന്റേഷനുകളിൽ പണിയെടുക്കാൻ വേണ്ടിയിട്ട് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കർണാടക സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ ധാരാളം ആളുകൾ ഇവിടേക്ക് വരികയും ഇവിടെ താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ പിൻതലമുറക്കാരാണ് ഇപ്പോൾ ഇവിടെ കൂടുതലായും കാണപ്പെടുന്നത്. നല്ല അടിപൊളി ചായത്തോട്ടങ്ങളാണ് കേട്ടോ. നല്ല പച്ച കളറിൽ ചായത്തോട്ടങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസം കേട്ടോ. നല്ല തണുപ്പുണ്ട്. അതിരാവിലെ ഇങ്ങനെ ഈ ചായത്തോട്ടത്തിലൂടെ ഇങ്ങനെ പോവാൻ നല്ല ഭംഗി കേട്ടോ. നല്ല ആംബിയൻസ് ആണ്. ഗൂഡല്ലൂർ ഭാഗങ്ങളിലേക്കൊക്കെ വരുന്ന ആളുകൾ തീർച്ചയായിട്ടും കാണേണ്ട സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്, എല്ലമല. ഈ കാണുന്നത് തേയില പറിച്ചതിന് ശേഷം പ്രോസസ്സ് ചെയ്യുന്ന എന്തോ ഒരു ഉപകരണമാണ് കേട്ടോ. ഇവിടുത്തെ വീടുകളും കടകളൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. നല്ല ടെറസിൻ്റെ ബിൽഡിംഗ് ഒന്നും ഇവിടെ ഇല്ല. കോൺക്രീറ്റ് കെട്ടിടങ്ങളൊന്നും ഇവിടെ കാണാൻ കഴിയില്ല അധികമൊന്നും. നല്ല ഭംഗിയുള്ള ഗ്രാമപ്രദേശങ്ങളാണ് ഇവിടെ അധികം കാണാൻ കഴിയുക. ചെറിയ ചെറിയ കടകളും റൂമുകളൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. ഇവിടെ ശ്രീലങ്കൻ വംശജർ ധാരാളമായിട്ട് താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. ആളുകളൊക്കെ വെയിലിൻ്റെ ചൂടേറ്റ് ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങാടിയിൽ ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഞങ്ങളൊരു ചായ കിട്ടുമെന്നൊക്കെ ഇങ്ങനെ നോക്കി പോവുകയാണ്. ചായക്കടകളൊന്നും കാണാനില്ല. കേരളത്തിൽ നിന്നും പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ കൂടുതലായി കാണപ്പെടുന്നത് കേട്ടോ. ഞങ്ങൾ എല്ലമല എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ വിചാരിച്ചു കേരളമാണെന്ന് വിചാരിച്ചു. പിന്നെ അവിടെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് അത് തമിഴ്നാടാണെന്ന്. കാരണം ഇവിടെ കാണുന്ന ആളുകളൊക്കെ സംസാരിക്കുന്നത് മലയാളമാണ്. ശരിക്കും നമ്മുടെ ഒരു മലയാളി ഗ്രാമം പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് ഞങ്ങൾ കേരളമാണെന്ന് വിചാരിച്ചത്. ഗൂഡല്ലൂരിൽ നിന്നും സർവീസ് നടത്തുന്ന ഒരു ബസ്സാണ് ഈ വരുന്നത്. അപ്പോൾ നമ്മൾ സന്തനമലൈ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചേരുകയാണ്. ഇവിടെ ഒരു കോവിലുണ്ട്. ഇതിൻ്റെ പേര് സന്തനമലൈ കോവിൽ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ കാണുന്ന കോവിലാണ് സന്തനമലൈ കോവിൽ എന്നറിയപ്പെടുന്നത്. ഒരു മലയുടെ മുകളിലാണ് ഈ അമ്പലം ഉള്ളത്. ഈ അമ്പലത്തിൻ്റെ 4 ഭാഗത്തു നിന്നും നോക്കിയാൽ ഒരുപാട് സ്ഥലങ്ങളും മനസ്സിന് കുളിർമയേകുന്ന ഒരു നല്ലൊരു അന്തരീക്ഷമാണ് കേട്ടോ ഇവിടെ. പ്രത്യേകിച്ച് വലിയ തിരക്കൊന്നും കാണാനില്ല. 1-2 ആളുകളൊക്കെ ഉള്ളൂ ഇവിടെ അമ്പലത്തിലൊക്കെ ഉള്ളൂ. കൂടുതൽ ആളുകളെയൊന്നും കാണാനില്ല. ഈ തമിഴ്നാട്ടിലെ അമ്പലങ്ങൾക്കൊക്കെ ഉള്ള ഒരു പ്രത്യേകതയുണ്ട്. ധാരാളം ചിത്രപ്പണികളും ഒരുപാട് കലാവിരുതുകളൊക്കെ ആയിട്ടുള്ള ഒരുപാട് ശില്പങ്ങളും കാണാൻ കഴിയും. നമ്മുടെ ഓവാലി എന്ന് പറയുന്ന സ്ഥലം മുതുമല ദേശീയോദ്യാനത്തിനും അമരമ്പലം റിസർവ് ഫോറസ്റ്റിനും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും ഈ ഭാഗത്തൊക്കെ വരിക, വന്ന് കാഴ്ചകൾ കാണുക.
ഇവിടെ കൂടുതലായാലും കൃഷി ചെയ്യുന്നത് കാര്യമായിട്ട് ചായത്തോട്ടങ്ങളാണ്. അതിൽ പിന്നെ ഏലം, ഗ്രാമ്പു, കുരുമുളക് എന്നിവയും ഉണ്ട്. ഈ മരം ശ്രദ്ധിച്ചോ, ഇതിൽ നിറച്ച് പൂവുള്ളൊരു മരം കേട്ടോ. എന്ത് മരമാണെന്നറിയില്ല, നല്ല ഭംഗിയാണ് കാണാൻ. സ്മെല്ലൊന്നുമില്ല, നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ദൂരെ നിന്ന് നോക്കിയാൽ എന്തോ കായ്ച്ച് നിൽക്കുന്ന പോലെ ഉണ്ട്, പക്ഷേ അടുത്ത് ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് പൂക്കളാണ്. ഈ കാണുന്നതൊക്കെ തേയില ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. പാടി എന്നാണ് അതിന് പറയുന്നത്. നല്ല ഭംഗിയുള്ള ചായത്തോട്ടങ്ങൾ ധാരാളമായിട്ടുണ്ട് കേട്ടോ. ഈ താഴെ കാണുന്ന റോഡാണ് എല്ലമലയ്ക്കുള്ള റോഡ്. ബ്രിട്ടീഷുകാരുടെ ഒരുപാട് ചരിത്രശേഷിപ്പുകൾ ഇവിടെ ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയും. ഈ മുരുകൻ ടെമ്പിളിൻ്റെ അവിടുന്ന് കുറച്ച് ദൂരം കൂടി പോയാൽ എല്ലമലയിലേക്ക് എത്തുകയുള്ളൂ. ഈ കോവിലിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോഴും നല്ല കാറ്റാണ് കേട്ടോ. നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ്. എന്തായാലും നമ്മുടെ കേരളത്തിൽ നിന്ന് വരുന്ന ആളുകളൊക്കെ ഈ ഒരു കാഴ്ച കാണണം കേട്ടോ. കൂടുതൽ അറിയപ്പെടാത്തൊരു സ്ഥലമാണത്. എല്ലാവരും ഊട്ടി ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണിത്. ശരിക്കും നമ്മൾ ചിത്രത്തിലൊക്കെ കാണുന്ന പോലെയുള്ളൊരു കാഴ്ചയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ശരിക്ക് ഫോട്ടോ എടുത്ത പോലെ തോന്നും നമുക്ക്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലൊരു ഫോട്ടോ വെച്ച പോലെ തോന്നും പെട്ടെന്ന് കണ്ടാൽ. ആ താഴെ കാണുന്ന ഒരു ഗ്രാമമാണ്. നമുക്ക് നമ്മുടെ ഫ്രണ്ട് വന്നിട്ടുണ്ട്, ജംഷാദിനോട് നമുക്ക് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാം. ജംഷാദ്, എങ്ങനെയുണ്ട് സ്ഥലം? വളരെ ഭംഗിയുള്ള സ്ഥലമാണ്, കാണാൻ തന്നെ ഭംഗിയാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സ്ഥലം കാണുന്നത്. നല്ല വ്യൂ ആണല്ലേ? ആണ്. പിന്നെ ഒരു കോവിലുണ്ട് ഇവിടെ, പിന്നെ ക്രിസ്ത്യൻ പള്ളി ഉണ്ട് ഇവിടെ. ആൾക്കാർക്ക് വരാൻ നല്ലൊരു ഏരിയ എന്ന് തന്നെ പറയാം. നമ്മൾ ഊട്ടിക്ക് പോകുമ്പോൾ തിരിഞ്ഞിട്ട് ഈ വഴി ഗൂഡല്ലൂരിൽ 18 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തും. വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഇതാണ്, നല്ല ഭംഗി ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഊട്ടിയിൽ വരുന്നവരൊക്കെ ഈ സ്ഥലം വന്ന് കാണുക, എൻജോയ് ചെയ്യാം. അതെ, ഊട്ടി വരുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. നല്ല ഭംഗിയുള്ളൊരു പൂവാണ് ഇത്. പൂവല്ല, ഇതിൻ്റെ ഇല തന്നെയാണത്. ഈ റെഡ് കളറിൽ കാണുന്നത് ഇതിൻ്റെ ഇല തന്നെയാണെന്ന് തോന്നുന്നു. അതിൻ്റെ പൂവാണ് ഈ കാണുന്നത്. ചില ഇലയ്ക്ക് റെഡ് കളറുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കോവിലിൻ്റെ അവിടുന്ന് എല്ലമല എന്ന സ്ഥലത്തിലേക്ക് യാത്ര പോവുകയാണ്. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും നല്ല വ്യൂ പോയിൻ്റ് ഉള്ളത് കേട്ടോ. കോവിലിൻ്റെ അടുത്താണ് ഏറ്റവും നല്ല വ്യൂ പോയിൻ്റ് ഉള്ളത്. അപ്പോൾ എല്ലാവരും കോവിലിൻ്റെ അവിടെ വന്നിട്ട് സ്ഥലങ്ങളൊക്കെ കാണാം. അപ്പോൾ എല്ലമല എന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ താഴത്ത് കൂടെ പോകുന്ന ആ റോഡാണ്. അപ്പോൾ നമുക്ക് യാത്ര തുടരാം.
വളരെ വീതി കുറഞ്ഞ റോഡാണ്, നിറയെ ചായത്തോട്ടങ്ങളൊക്കെ ആയിട്ട്. നല്ല ഭംഗിയുള്ള ചായത്തോട്ടങ്ങളാണ് മുഴുവൻ ഇവിടെ കാണാൻ കഴിയുന്നത്. നമ്മളെ കോവിലാണ് കാണുന്നത് കേട്ടോ. ഇതിൻ്റെ മുകളിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങി വരുന്നത്. കാണുന്നത് ഒരു ഗ്രാമമാണ്. ഇവിടുത്തെ ഓരോ പാടികളാണ് ഈ കാണുന്നത്. ചായത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന ആളുകൾ കൂട്ടത്തോടെ താമസിക്കുന്ന സ്ഥലമാണ് പാടികൾ. അപ്പോൾ നമ്മൾ എല്ലമല എന്ന സ്ഥലത്തെത്തി. ഞങ്ങളൊരു ചായ കുടിക്കാനുള്ള പരിപാടിയുണ്ട്. അത്യാവശ്യം വിശപ്പുണ്ട്. അപ്പം നമുക്കൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചായക്കട. ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയതാണ്. ചെറിയൊരു പെട്ടിക്കട പോലെയാണ്. അപ്പോൾ കട്ടൻ ചായയും പൊറോട്ടയും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കട്ടൻ ചായ വന്നു. നമ്മുടെ കേരളീയ ഭക്ഷണമായ പൊറോട്ട, കട്ടൻ ചായ. വെറുതെ ഞങ്ങൾ ചായത്തോട്ടത്തിലൂടെ ഒന്ന് നടക്കാൻ പോയതാണ് കേട്ടോ. വെറുതെ ഒന്ന് നടക്കാൻ വേണ്ടി പോയതാണ്. ചായത്തോട്ടങ്ങളിലൂടെ ഫോട്ടോ എടുക്കാനൊക്കെ. നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. നല്ലൊരു തണുത്ത അന്തരീക്ഷമായിരുന്നു. അങ്ങോട്ടൊക്കെ വരുമോ? തന്നെ ഇവിടെ ആനശല്യത്തൊന്നുമില്ലേ? ഉണ്ടോ? ഇവിടെയൊക്കെ ഉണ്ടാവുമോ? രാവിലെ 7 മണിക്ക് കൂടെ പോയിക്കുന്നത് തന്നെ. ഇവിടെ സ്ഥലം ഇങ്ങക്കായിട്ട് സ്ഥലമൊന്നുമില്ല. അത് ഈ സ്ഥലങ്ങൾ ഇപ്പൊ നിങ്ങള് വീട് വെച്ച് ഈ കാണുന്നതാണ് എല്ലമല ടീ ഫാക്ടറി. ബ്രിട്ടീഷുകാരുടെ ചരിത്രശേഷിപ്പായിട്ടുള്ള സീഫോർത്ത് എസ്റ്റേറ്റിൻ്റെ ടീ ഫാക്ടറിയാണിത്. എല്ലമല സീഫോർത്ത് ഏരിയകളിൽ ഏകദേശം 700 ഏക്കർ തേയില തോട്ടങ്ങളാണുള്ളത്. അവിടെ നിന്നും സ്വരൂപിക്കുന്ന തേയില ഈ ഫാക്ടറിയിലാണ് പ്രോസസ്സ് ചെയ്തിരുന്നത്. ധാരാളം ആളുകൾ ഇവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ.
കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്ര, കർണാടക എന്നീ സ്ഥലങ്ങളിൽ നിന്നും വന്ന് ഒരുപാട് ആളുകൾ ഇവിടെ ജോലി ചെയ്തിരുന്നു. 150 വർഷം പഴക്കമുള്ള കെട്ടിടത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ഈ കാണുന്നതാണ് എല്ലമല പുഴ. ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. ഈ വെള്ളം കാട്ടിലൂടെ ഒഴുകി വന്ന് പല തരത്തിലുള്ള ഔഷധ സസ്യങ്ങളിലൂടെ വേരുകളിലൂടെയൊക്കെ വന്നിട്ട് നല്ല രീതിയിലുള്ള ഔഷധ ഗുണമുള്ള വെള്ളമാണെന്നാണ് ഇവിടുത്തെ ആളുകളൊക്കെ പറയുന്നത്. ഇതിൽ കുളിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ടെന്നൊക്കെ ഇവിടുത്തെ ആളുകളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ് ചെകുത്താൻ കുണ്ട്. കണ്ടാൽ നമുക്ക് പേടിയാവും. ചെകുത്താൻ കുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പേടിയാവും. ഇതിൽ നല്ല ആഴമുണ്ടെന്നാണ് ഇവിടുത്തെ ആളുകളൊക്കെ പറയുന്നത്. എത്ര ആഴമുണ്ടെന്നറിയില്ല. നല്ല നീല കളറിലാണ് വെള്ളം നമുക്ക് കാണാൻ കഴിയുക. അപ്പം തന്നെ മനസ്സിലാവും നമുക്ക് നല്ല ആഴമുണ്ടെന്ന്. നല്ല തണുത്ത വെള്ളമാണ് കേട്ടോ. ഐസ് പോലത്തെ വെള്ളം കേട്ടോ. നല്ല ക്ലിയർ വെള്ളമാണ്. ഞങ്ങൾക്ക് ഇതിലൊന്ന് കുളിക്കാനൊക്കെ താല്പര്യമുണ്ട്. പക്ഷെ ഇതിൻ്റെ ആഴം എത്ര ഉണ്ടെന്ന് അറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ആരും ഇറങ്ങിയില്ല. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകളാണ് ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് പ്രകൃതി സമ്മാനിച്ചത്. ഈ എല്ലമലയിൽ റിസോർട്ടുകളോ ഹോം സ്റ്റേകളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പുറത്തു നിന്ന് ആളുകളൊക്കെ വരുമ്പോൾ നമുക്ക് താമസിക്കാനൊന്നും ഇവിടെ സൗകര്യങ്ങളൊന്നുമില്ല. കാരണം ഇത് കൂടുതൽ അറിയപ്പെടാത്ത സ്ഥലമാണ്. ഇനി കൂടുതൽ ആളുകൾ ഈ ഭാഗത്തിലേക്കൊക്കെ വന്ന് ഡെവലപ്പായി വന്നിട്ട് വേണം ഈ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ ഇതുപോലുള്ള കിടിലൻ സ്പോട്ടുകളുമായി നമ്മൾ ഉടനെ വരും.
അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. തൊട്ട് പുറകിൽ നമുക്ക് അടുത്തൊരു വീഡിയോ കൂടി വരുന്നുണ്ട്. ഗൂഡല്ലൂർ ടു മുതുമല ടൈഗർ റിസർവ്, മസിനഗുഡിയിലെ 36 ഹെയർപിൻ വളവുകൾ കയറി നേരെ ഊട്ടിയിൽ നിന്ന് ഗൂഡല്ലൂർ ഒരു റൗണ്ട് ട്രിപ്പാണ് അടുത്തത്. അപ്പോൾ ഫ്രണ്ട്സ്, ഓക്കെ, ബായ്.